ഈ സീസൺ IPL റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ RCBക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഹേസൽവുഡ് പരിക്ക് മൂലം തിരികെ വരാൻ സാധ്യതയില്ല എന്ന ന്യൂസ് ശക്തമായി തന്നെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ രജത് പട്ടിദാറിന്റെ ഇഞ്ചുറിയെ പറ്റിയുള്ള ന്യൂസും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ചെന്നൈക്കെതിരെ നടന്ന മത്സരത്തിൽ കൈവിരലിന് പരിക്ക് പറ്റിയായിരുന്നു പട്ടിദാർ ഇന്ന് മത്സരത്തിന് പുറത്തേക്ക് പോയത്. ശേഷം ലക്നൌവിനെതിരെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ പട്ടിദാർ അവൈലബിൾ ആയിരുന്നില്ല എന്നും ജിതേഷ് ശർമ്മയായിരുന്നു ആ മത്സരത്തിൽ RCBയെ നയിക്കാൻ പോകുന്നത് എന്നും ജിതേഷ് തന്നെ അന്ന് മത്സരം ഉപേക്ഷിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്ന ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം പട്ടിദാറിന്റെ ഇഞ്ചുറി പ്രതീക്ഷിച്ചതുപോലെ റിക്കവർ ആകുന്നില്ല എന്നും ചിലപ്പോൾ താരം ശേഷിക്കുന്ന IPLലും ഇന്ത്യ ഇംഗ്ലണ്ട് A സീരീസിലും ഉണ്ടാകില്ല എന്നുമാണ് നിലവിലെ റിപ്പോർട്ട്. ഒട്ടുമിക്ക സ്പോർട്സ് മാധ്യമങ്ങളും ഈ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പട്ടിദാർ, പടിക്കൽ, ഹേസൽവുഡ് അങ്ങനെ പ്രൈമറി സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്ന 3 താരങ്ങൾ ഇല്ലാത്തത് തീർച്ചയായും ടീമിന് മുന്നോട്ട് ഒരു പ്രശ്നം തന്നെയാണ്. സോ ഇവർ അവൈലബിൾ ആകുമോ ഇല്ലയോ എന്നത് കണ്ടറിയാം. ഹേസൽവുഡ്, സ്റ്റാർക്ക് തുടങ്ങി 2 പേരും തിരികെ എത്താൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ ക്യാപ്റ്റൻ കമ്മിൻസ്, ട്രാവിസ് ഹെഡ് തുടങ്ങി 2 പേരും ശേഷിക്കുന്ന IPLന് വേണ്ടി തിരികെ എത്തുമെന്ന് ടീമിനെ അറിയിച്ചിട്ടുണ്ട്. കമ്മിൻസ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് തിരികെ വരുന്നത് എന്നാണ് ന്യൂസ്. ബാക്കിയുള്ള ഒട്ടുമിക്ക ടീമിലെയും പ്രധാന താരങ്ങൾ IPL കളിക്കാൻ തിരികെ എത്തും എന്നാണ് നിലവിൽ കാണുന്നത്. ഡെവൺ കോൺവേ, രജിൻ രവീന്ദ്ര തുടങ്ങി പ്ലേയിങ് ഇലവനിൽ ചാൻസ് കിട്ടാൻ സാധ്യതയില്ലാത്ത താരങ്ങളോട് CSK തിരികെ വരണ്ട എന്ന് പറഞ്ഞേക്കുമെന്നും കാണുന്നുണ്ട്. തിരികെ എത്താത്ത വിദേശ താരങ്ങൾ മോസ്റ്റ് പ്രോബബിളി അവരുടെ അടുത്ത വർഷത്തെ റിലീസ് ലിസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്ന താരങ്ങളുമായിരിക്കും.